ക്രിസ്തുവേശുവിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും വന്ദനം. അനുഗ്രഹീതമായ ഒരു പുതിയ മാസത്തിൻ്റെ ആരംഭദിനത്തിൽ നമുക്ക് കടന്നു വരുവാൻ സർവശക്തനായ കർത്താവ് എന്നെയും നിങ്ങളെ ഇടയാക്കിയത് ഓർത്ത് സകല മാനവും മഹത്വവും പുകഴ്ചയും കർത്താവിന് അർപ്പിക്കാം. 2026 രണ്ടാമത്തെ മാസത്തിൻ്റെ ആരംഭം മുതൽ ഈ കഴിഞ്ഞ രാത്രി വരെ എന്നെയും നിങ്ങളെയും സൂക്ഷിച്ച ദൈവത്തിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാകത്തില്ല. കാരണം ലോകമെന്ന് കലുഷിതമായിരിക്കുന്ന സാഹചര്യത്തിൽ ഓരോ ദൈവഭക്തനും തന്നെ സൃഷ്ടിച്ച സൃഷ്ടിതാവാം ദൈവത്തെങ്കിലേക്ക് നോക്കി ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് ജീവിക്കുവാൻ താല്പര്യപ്പെടുന്നെങ്കിൽ നിശ്ചയമായി നമ്മെ സൂക്ഷിക്കുവാനും പരിപാലിക്കുവാനും നമ്മുടെ സൃഷ്ടികർത്താവായ ദൈവത്തിൻ്റെ അത്ഭുതകരമായ കരമുണ്ട്. ഈ 3-ാം മാസത്തിലേക്ക് ഞാൻ നിങ്ങൾ പ്രവേശിച്ചിരിക്കുമ്പോൾ അനുഗ്രഹിക്കപ്പെട്ട സന്തോഷകരമായ ദൈവത്താൽ സൂക്ഷിക്കപ്പെടുന്ന ഒരു അനുഗ്രഹീതമായ മാസമായി തീരേണ്ടതിന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ സഹിത്വം നമുക്ക് എങ്ങനെ ഉണ്ടാകും? പ്രാർത്ഥിക്കുന്ന ദൈവത്തിന് മുഖം അന്വേഷിക്കുന്ന ഒരു ദൈവ പൈതലിന് വേണ്ടി കർത്താവ് എന്താണ് ഒരുക്കുന്നതെന്ന് ഇന്ന് തിരുവചനത്തിലൂടെ കർത്താവ് നമ്മോട് ഇടപെടുകയാണ്. 91-ാം സങ്കീർത്തനത്തിൻ്റെ 10-ാമത്തെ തിരുവചനത്തിൽ വചനം ഇപ്രകാരം വരുന്നു: ഒരനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടയ്ക്കുകയില്ല. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ പൈതലേ, 3-ാമത്തെ മാസത്തിൽ ദൈവത്തിൻ്റെ വാഗ്ദത്തം ഇന്ന് നിങ്ങൾക്ക് നൽകുന്നത് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നവരാകുക. ഒരനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടയ്ക്കുകയില്ല. സങ്കീർത്തനക്കാരൻ നമ്മോട് പറയുന്ന ദൈവശബ്ദം ഇസ്രായേൽ ജനത്തെ മിസ്രൈമിൻ്റെ അടിമത്തത്തിൻ്റെ നാളുകളിൽ അനർത്ഥം വരാതെ സൂക്ഷിച്ച ഒരു കർത്താവ്, മിസ്രൈമിലായിരുന്ന ഇസ്രായേൽ ജനത്തെ ദേശത്ത് അയച്ച ബാധകളൊന്നും അവരെ തൊടാതെ അവരുടെ കൂടാരങ്ങളെ അവരെ സൂക്ഷിച്ച കർത്താവ് ഇന്നും ജീവനോടെയുണ്ട്. ഇന്നും ജീവനുള്ള ദൈവമാകിയാൽ, ഇന്നും പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാകിയാൽ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ പൈതലേ, കർത്താവിൽ ആശ്രയിക്കുക, കർത്താവിൻ്റെ തിരുമുഖത്തേക്ക് നോക്കുക. നമ്മുടെ ഗമനങ്ങളെ ആഗമനങ്ങളെ സ്ഥിരമാക്കുന്ന, നമ്മെ ഒരനർത്ഥവും വരാതെ സൂക്ഷിക്കുന്ന, അവൻ്റെ ചിറകിൻ്റെ മറവിൽ നമ്മെ മറച്ചു പരിപാലിക്കുന്ന കർത്താവിൻ്റെ കരം നമുക്കുള്ളത് കൊണ്ട് മിസ്രൈമിൽ ഇസ്രായേൽ മക്കളുടെ കൂടാരങ്ങൾക്ക് ചുറ്റും കുഞ്ഞാടിൻ്റെ രക്തം അടയാളമിട്ട് സൂക്ഷിച്ചതുപോലെ തമ്പുരാൻ്റെ പാദപീഠത്തിൽ അടയ്ക്കുന്ന ദൈവതിരുമുഖം നോക്കുന്ന ദൈവ പൈതലിനെ അവൻ്റെ രക്തത്തിൻ്റെ കോട്ടയ്ക്കുള്ളിൽ മറച്ച് ഒരനർത്ഥവും സംഭവിക്കാതെ സൂക്ഷിക്കും. അതുകൊണ്ട് ദൈവതിരുമുഖം അന്വേഷിക്കുക. 2026 3-ാം മാസം കർത്താവ് നമുക്ക് അനുഗ്രഹമാക്കി മാറ്റട്ടെ. എല്ലാവിധ നന്മകളാലും സമൃദ്ധിയാലും സന്തോഷത്താലും ദൈവിക കരുതലിനാലും സൂക്ഷിപ്പിനാലും എന്നെയും നിങ്ങളെയും പരിപാലിക്കേണ്ടതിന് കർത്താവിൻ്റെ പാദാരന്ധങ്ങൾ നമ്മെ തന്നെ സമർപ്പിക്കാം. വിനയാനെതിരായി ദൈവതിരുമുഖത്തേക്ക് നോക്കാം. നല്ലൊരു ദിനം ആശംസിക്കുന്നു. ഗോഡ് ബ്ലസ് യു ഓൾ.